പക്ഷെ റിവ്യൂവേഴ്സിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പടം ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ കാണുന്നൊരു പടം ചെയ്യണ്ട. അപ്പോൾ അതിനെ വേണ്ടിയിട്ടുള്ള ചിന്തകളില്ല. നന്നായി വന്നാൽ ചെയ്യും, എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും. നല്ല ആലോചനകളിലൊക്കെയാണ്. ഇനിയിപ്പം അടുത്ത മാസം ഒരു സിനിമയുടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എൻ്റെ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ വീട് വണ്ടികൾ എല്ലാം സ്വന്തമായി. ഈ ആഴ്ചയാണ് ഫ്ലാറ്റിൻ്റെ ഫൈനൽ എഴുത്ത് കഴിഞ്ഞാൽ സിനിമയുടെ പരിപാടിയിൽ തന്നെ ഇറങ്ങണമെന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് പല ബിസിനസ്സുകളും സ്റ്റക്കായിട്ട് പല പടങ്ങളും കച്ചവടം നടക്കാതെ മാറി. നമ്മൾ ഈ ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ എന്തിന് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരോട് തമാശയ്ക്ക് വെച്ചു, നീ എൻ്റെ സിനിമയും കൂടെ കണ്ടേ മരിക്കത്തുള്ളൂ. കഴിഞ്ഞ വർഷം 250 സിനിമ ഇറങ്ങി, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അപ്പം നമ്മളൊരു സിനിമ ഇത് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അത് പൂർണ്ണ ഏതെങ്കിലും ഇതിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. രണ്ടും കൂടെയുള്ള ആലോചനകളിലും സീരിയസ് ചർച്ചകളിലും ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മമ്മൂക്കയെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമ്മളിനി ചെറുതാകത്തേ ഉള്ളതേ. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ്, അദ്ദേഹം കാര്യങ്ങളെ ഇപ്പോഴും നോക്കിക്കാണുന്ന രീതി, ഇപ്പോഴും നടന്ന നിലയിൽ ഈ അഭിനയത്തോടുള്ള തരം ആർത്തി, വ്യത്യസ്തതകൾ തേടിയുള്ള ഒരു വലച്ചിൽ. ഞാൻ ഖത്തറിലെ മമ്മൂക്ക ഫാൻസിൻ്റെ അവിടുത്തെ പ്രോഗ്രാം ഇനാഗുറേഷൻ ഞാനാണ്. അപ്പം ഞാൻ അവരോടും പറഞ്ഞത്, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ മലയാളത്തിൻ്റെ മറ്റേ നമ്മൾ മഹാനടനൊന്നും അല്ല, ഏറ്റവും നമുക്ക് യുവാക്കൾക്ക് മാതൃകയാക്കാൻ പറ്റും, എല്ലാ കാലത്തും മാതൃകയാക്കാൻ പറ്റും അത് നമുക്ക് തന്നെ. അത്ര അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റും. ഞാനിപ്പോഴും നമുക്ക് 80കളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. 90കളിൽ അന്ന് അങ്ങനെ സിനിമയായാലും എന്തായാലും നമ്മളിപ്പം ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ അത് ഫോണാറ്റും ഫിലിമൊക്കെ കത്ത് ചെയ്യുന്നൊരു കാലം. അപ്പം അങ്ങനെ കാലം ഇങ്ങനെ മാറി. അംബാസഡർ കാർ ഒരു കാലത്തിൻ്റെ നിരത്തിലുള്ള സ്മാർട്ട് കാറുകളെ ഇപ്പം ഇലക്ട്രിക് വാഹനങ്ങളായി. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് എപ്പോഴും സക്സസ് ആവും. കാലത്തെ മുൻകൂട്ടി കണ്ട് ഇന്നേ പ്രവർത്തിക്കും. അത്തരത്തിൽ നമുക്ക് രജനിതാണ് ഒരു വിളിയാണ്, ഭയങ്കര അപ്ഡേറ്റാണ്. ഞാൻ അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ആരാധന. പ്രമേയമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും സ്വീകരിക്കുന്ന സമീപനങ്ങളൊക്കെ അത്ഭുതകരമായിട്ടുള്ള സമീപനങ്ങൾ. എനിക്ക് പലപ്പോഴും ലാലേട്ടൻ എന്ന് പറഞ്ഞ സൂപ്പർ താരത്തിൽ അദ്ദേഹത്തിൽ നിന്നൊരു നടനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. ഇപ്പം ഈ മലക്കോട്ടെ വലിപ്പൻ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം ആ പ്രായത്തിൽ എടുത്തേക്കുന്ന എഫേർട്ട്, ലാലേട്ടൻ എടുക്കുന്ന എഫേർട്ട് നമുക്ക് അത്ഭുതം തോന്നി. പക്ഷേ സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു എഫേർട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ മനുഷ്യൻ കൊടുത്ത എഫേർട്ട് പ്രേക്ഷകർക്കിടയിൽ വരാത്തപ്പോൾ എഫേർട്ടുകൾക്ക് വിലയില്ലാതാണ്. മമ്മൂക്കയെ സംബന്ധിച്ച് വളരെ ബുദ്ധിപരമായിട്ട് എഫേർട്ടുകൾ ഒരേപോലെ തന്നെ ചർച്ച ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴത്തെ ലാലേട്ടനെ അനാവശ്യമായിട്ട് ഒന്ന് ഓടിക്കൊണ്ട് ഈ രണ്ട് പേരും മലയാളികൾക്ക് ഏത് കഥാപാത്രത്തിനും നിർമ്മാണിക്കാൻ പറ്റും. എത്ര ഫാൻസ് മുന്നിൽ അടിച്ചാൽ മുന്നിൻ്റെ വീട്ടിൽ അംഗീകരിച്ചു. നമുക്ക് വെച്ചൊരു പടം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ കഥ പറഞ്ഞു. ഞാൻ മുമ്പ് എനിക്ക് ആൻഡ്രോ ചേട്ടൻ്റെ സബ്ജക്റ്റ് പറഞ്ഞു. എനിക്ക് നമുക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാണ് തോന്നുന്നു. ഇപ്പോഴും അരികിലൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചാണ്. ബിക്കോസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ബെസ്റ്റ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ ആരോഗ്യത്തിൻ്റെ പടം വന്ന സമയത്താണ് ഞാൻ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന കാര്യത്തിലുള്ള നടപടികൾ ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നൊരു കഥകൾ നമുക്ക് വന്ന് പറയുന്നത് കാര്യമാണ്. പക്ഷെ അതൊക്കെ ചെയ്ത് ഇതുവരിക്കാനുള്ള അത്രയും വലിയ ഡയറക്ടറെ ഞാൻ ആയോഗ്യമായിട്ട് വയ്ക്കാൻ എന്നാലും ചെയ്യണം. എല്ലാ